എന്തോ ക്രമക്കേട് മറിക്കാനാണ് സഭാധികാരികൾ രാഷ്ട്രീയ പാർട്ടികളോട് സംസാരിക്കുന്നതെന്നുള്ള വികലമായ വ്യാഖ്യാനങ്ങൾ സഭയെ നിന്ദിക്കുവാനുള്ള മറ്റൊരു മാർഗമായി ഞങ്ങൾ കാണുന്നുള്ളൂവെന്ന് ബിഷപ്പ് മാർ തോമസ് തറയിൽ. പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനത്തെയും ബി.ജെ.പി. നേതാക്കളുടെ ക്രൈസ്തവ നേതാക്കളുടെ സന്ദർശനത്തെയും വികലമായി വിമർശിക്കുന്നവർക്ക് ഫേസ്ബുക്കിലൂടെ നൽകിയ മറുപടിയിലാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടി വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവരെ ആദരിക്കുന്നതിന്റെ അടയാളങ്ങളാണ് ഈ സന്ദർശനങ്ങളെങ്കിൽ അവ സ്വാഗതാർഹമാണെന്ന് ബിഷപ്പ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. കാഴ്ചപ്പാടുകൾ വിശാലമാകുന്നത് രാജ്യനന്മയ്ക്ക് ഉപകരിക്കുമല്ലോ. ബി.ജെ.പിയുടെ പ്രവർത്തകരെ സ്വീകരിച്ചെന്നോ പ്രധാനമന്ത്രിയെക്കുറിച്ച് നല്ല വാക്കു പറഞ്ഞെന്നോ കരുതി മെത്രാൻമാരെല്ലാം ബി.ജെ.പി. അനുഭാവികളായി മാറിയെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയെ പ്രചരിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെ ഹൃദ്യമായി സ്വീകരിക്കുന്ന സംസ്കാരമാണ് ഞങ്ങളുടേത്. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരോടും സംഭാഷണം നടത്താനുള്ള അവസരമായി മാത്രമേ അത്തരം അവസരങ്ങളെ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ എന്തോ ക്രമക്കേട് മറിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളോട് സംസാരിക്കുന്നതെന്നുള്ള വികലമായ വ്യാഖ്യാനങ്ങൾ സഭയെ നിന്ദിക്കാനുള്ള മറ്റൊരു മാർഗമായി ഞങ്ങൾ കാണുന്നുള്ളൂ. സഭ മുഴുവൻ ക്രമക്കേടുകളാണെന്ന വ്യാഖ്യാനമാണ് ഇത്തരം പ്രചാരണങ്ങളിൽ മുഴുവൻ. ഒരു തെറ്റും ചെയ്യാത്ത ആത്മീയ നേതാക്കൾ മാധ്യമങ്ങളിൽ കൊടും കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെട്ടപ്പോഴും നിരപരാധികൾ മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് കോടതികളിൽ കുറ്റക്കാരെ മുദ്ര കുത്തപ്പെട്ടപ്പോഴും ആരും സഹായിച്ചതായി കേട്ടില്ല. പിന്നെ ക്രൈസ്തവ പീഡനങ്ങൾ എല്ലാ സർക്കാരുകളുടെയും സമയത്തും നടന്നിട്ടുണ്ട്. അവയെ അവഗണിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ന്യായീകരിക്കേണ്ട ആവശ്യം കേരളത്തിലെ സഭയ്ക്കില്ല. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഉപയോഗിച്ച് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് തെറ്റാണ് നിലപാടെടുക്കാൻ ആർജവമുള്ള എത്ര പാർട്ടികൾ നമുക്കുണ്ടെന്നുള്ള കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളോടെയാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ സംഭവത്തിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉയർത്തി മാധ്യമങ്ങളിൽ രംഗത്ത് വന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയായി മാറുകയാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.